Okay, good evening, dear friends. എല്ലാവരും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കാരണം എക്സാം അടുത്തു അല്ലേ. എക്സാമിന് ഇനി കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസം ഇല്ല അല്ലേ. ഇന്ന് 10-ാം തീയതിയാണ്, അടുത്ത 9-ാം തീയതിയാണ് എക്സാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ കുറച്ചായിട്ട് പറയുന്നു, ഇനിയുള്ള ദിവസങ്ങൾ നല്ല ശ്രദ്ധയോടെ പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയിലിരിക്കും അല്ലേ. ഓർമ്മയിലിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. ഗുഡ് ഈവനിങ് ദിൽഷ, ഉമ്മ, കാർമിക, ലിജ, അലക്സ്, ശരണ്യ, സുഹൈല. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ബാക്കിയുള്ള പരിപാടികൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ടൈം പാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ടൈം കളയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകും. അതല്ലാതെ മറ്റുള്ള വിനോദ ഉപാധികൾക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റിയൊക്കെ ഞാൻ പറയുന്നില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ കുഴപ്പമില്ല, അല്ല ഒരു 10-15 മിനിറ്റ് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഫിലിമൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി വെച്ച് അത് പഠനത്തിലേക്ക് കൊണ്ടുപോകുക. അതിന് നിങ്ങൾക്ക് എന്തായാലും ഗുണം കിട്ടും. നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിക്കുന്നൊന്നും വരത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ക്ലാസ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ സോന്തേഴ്സ്, ടാർഗറ്റ്, ഹൈ ബുക്ക്, ഇപ്പം ഏത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതിനൊക്കെ എക്സാമിന് അതിനുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. മെറ്റീരിയൽസ്, നമ്മൾ തരുന്ന മെറ്റീരിയൽസ് വീണ്ടും വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. പ്രീവിയസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഗുണങ്ങൾ കിട്ടും, തീർച്ചയായിട്ടും. അത് കിട്ടത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കേണ്ട, തീർച്ചയായിട്ടും കിട്ടും. അപ്പോ ഞാൻ ഇനി സ്ക്രീൻ അപ്പൊ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. മോഡൽ എക്സാം ഞാൻ കാർഡിയാക്കിന്റെ ഇട്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും അറ്റൻഡ് ചെയ്തെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാലൻസ് ക്ലാസ് ആണ്. ദ മോസ്റ്റ് കോമൺ ഇലക്ട്രോലൈറ്റ് abnormality seen in patient with pancreatitis is option hypokalemia, hypocalcemia, hyperkalemia, hypercalcemia. So what is the most common electrolyte abnormality seen in patient with pancreatitis? Good evening all. So what is the most common electrolyte abnormality seen in patient with pancreatitis? ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ DHS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യം നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ എയും ബിയും കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ശരി, എസ് നായർ, ഓപ്ഷൻ കാർമിക. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈപ്പോകാൽസിമിയാണ്. ശ്രദ്ധിക്കുക, പാൻക്രിയാറ്റിസിലെ പേഷ്യന്റിന് ഹൈപ്പോകാൽസിമിയാണ് വരുന്നത്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയും, ഹൈപ്പോമഗ്നീസീമിയ. പേഷ്യന്റിൽ എന്തുണ്ടാവും? കാൽസ്യം മാത്രമല്ല മഗ്നീഷ്യത്തിന്റെ അളവും കുറയും. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഹൈപ്പോമഗ്നീസീമിയ. അപ്പൊ മാഗ്നീഷ്യവും കാൽസ്യവും കുറയുന്ന കണ്ടീഷനാണ് പാൻക്രിയാറ്റിറ്റിസ്. എന്താണിത്? അപ്പൊ ഇതില് അക്യൂട്ട് പാൻക്രിയാറ്റിസിൽ സിറം കാൽസ്യം ലെവൽ കുറയും.
സിറം കാൽസ്യം ലെവൽ അക്യൂട്ട് പാങ്ക്രിയാറ്റിസിൽ കുറയും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സഡൻ റിമൂവൽ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് കാൽസ്യം ഫ്രം ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും അതായത് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് കാൽസ്യം ഇൻട്രാ സെല്ലുലാർ ഏരിയയിലേക്ക് പോകുന്നു. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ഇംപെയർഡ് മൊബിലൈസേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് കാൽസ്യവും മഗ്നീഷ്യവും ഇൻട്രാ സെല്ലുലാർ ഏരിയയിലേക്ക് പോകുന്നത് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ്ഡ് മൊബിലൈസേഷൻ. അപ്പോ ഈ ഒരു പാൻക്രിയാറ്റിറ്റിസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? ഹെവി ആൽക്കഹോൾ കൺസപ്ഷൻ ആണ്. ഹെവി ആൽക്കഹോൾ. അപ്പൊ കോസേറ്റീവ് ഫാക്ടേഴ്സ് ആണ് ഹെവി ആൽക്കഹോൾ കൺസപ്ഷൻ. അതുപോലെ സ്മോക്കിംഗ് ഓൾസോ കോസ്. സ്മോക്കിംഗ് ഒരു 25% ആളുകൾക്ക് പാൻക്രിയാറ്റിസ് വരുന്നുണ്ട്. അതുപോലെ ഹെവി ആൽക്കഹോൾ കൺസപ്ഷൻ. അപ്പൊ ഗോൾ ബ്ലാഡറിൽ എന്തുണ്ടാവും? സ്റ്റോൺസ് ഉണ്ടാവും. അപ്പൊ അതൊരു 40% അക്യൂട്ട് പാൻക്രിയാറ്റിസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഹെറിഡിറ്ററി ഫാക്ടർ, ഒബേസിറ്റി, ജനറ്റിക് ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പാൻക്രിയാറ്റിസിന് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിൻ കോമൺ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി ഒരു പേഷ്യന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈപ്പോകാൽസീമിയ ആണ്, നോട്ട് ഹൈപ്പോകലീമിയ, ഹൈപ്പോമെഗ്നീസീമിയ ഓൾസോ ബിക്കോസ് ഓഫ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ലോസ്. പാൻക്രിയാറ്റിസിന്റെ കോസ് ആണ് ഹെവി ആൽക്കഹോൾ കൺസപ്ഷൻ ആൻഡ് സ്മോക്കിംഗ്, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മറക്കരുത്. We'll move to the next question. Paralytic ileus occurs in patient with burns involving the total body surface area greater than 20%, 30%, 40%, 45%. So paralytic ileus എന്നുള്ള കണ്ടീഷൻ ബേൺസിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ ആ ബേൺസിൽ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ എത്ര കൂടിയാലാണ് ഉണ്ടാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. Good evening all. Good evening. Shiga, Dilsha, Janita. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കുറെ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കുഴപ്പമില്ല, നമുക്ക് കൺഫ്യൂഷൻ തീർക്കാം. ഇവിടെ ബേൺസ് 20%, സോ 20% ഇസ് ദ കറക്റ്റ് ആൻസർ, നോട്ട് 40%. 20% ഏരിയ നമ്മുടെ ബോഡിയിൽ ബേൺസ് വരുമ്പോൾ തന്നെ പാരലറ്റിക് ഇലിയസ് എന്നുള്ള കണ്ടീഷനാണ്. പാരലറ്റിക് ഇലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ഇന്നബിലിറ്റി ഓഫ് ദ ഇൻഡസ്റ്റൈൻ ടു കണ്ടക്ട് പെരിസ്റ്റാൾസിസ്. അപ്പൊ നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്തുണ്ടാക്കും? പെരിസ്റ്റാൾസിസ് ഉണ്ടാക്കും. അതായത് പിന്നെ ഇൻഡസ്റ്റൈനൽ മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ്. അപ്പൊ നമ്മുടെ ഫുഡ് കോണ്ടന്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിലൂടെയാണ് പോകുന്നത്, അല്ലെ? നമുക്കറിയുന്ന കാര്യമാണ്. സോ ഇന്നബിലിറ്റി ഓഫ് ദ ഇൻഡസ്റ്റൈൻ ടു കണ്ടക്ട് പെരിസ്റ്റാൾസിസ് വിച്ച് ക്യാൻ ലീഡ് ടു ഒബ്സ്ട്രക്ഷൻ. പെരിസ്റ്റാൾസിസ് നടന്നില്ലെങ്കിൽ എന്താണ്? ഒബ്സ്ട്രക്ഷൻ വരും, അല്ലെ? ഇൻഡസ്റ്റൈനിൽ ഒബ്സ്ട്രക്ഷൻ വരും. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ പാരലറ്റിക് ഇലിയസ്. ബേൺസ് വരുമ്പോ എന്താണ്? നമ്മുടെ ബേൺസ് വരുമ്പോ നമ്മുടെ ശരീരത്തില് ശാരീരികമായിട്ടുള്ള ഓർഗൻസിന്റെ പ്രവർത്തനം മന്ദീഭവിക്കും. അതായത് പ്രവർത്തനം, പിന്നെ ആക്ഷൻ ഓഫ് ദ ഓർഗൻസ് വിൽ മേ ബി സ്റ്റോപ്പ് ഓർ വിൽ ഡിക്രീസ്. സോ മോസ്റ്റ് കോമൺ നോൺ മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ആണ് പാരലറ്റിക് ഇലിയസ്. സോ ഇതിന്റെ കോസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അബ്ഡോമിനൽ സർജറി, ബേൺസ് ആഫ്റ്റർ സർജറി. സോ വാട്ട് ആർ ദ കോസസ് എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ സർജറി ഓർ ബേൺസ് നിങ്ങളിപ്പോ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഇൻട്രാ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഇപ്പൊ അപ്പൻഡിസൈറ്റിസ്, കോളിസിസ്റ്റൈറ്റിസ് തുടങ്ങിയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ ബേൺസിൽ എന്താണ്? മോട്ടിലിറ്റി കുറയും, ഡിക്രീസ് അബ്ഡോമിനൽ മോട്ടിലിറ്റി. ചലനം കുറയുന്നു. മോട്ടിലിറ്റി എന്ന് പറഞ്ഞ ചലനം അല്ലേ, അപ്പം പിന്നെ മൂവ്മെന്റ് കുറയുന്നു ബേൺസിൽ. സോ ഇവിടെ എന്തുണ്ടാകുന്നു? ഒരു അൾസർ ഉണ്ടാകുന്നു, ദാറ്റ് ഈസ് കേളിംഗ്
അൾസർ. കേളിംഗ് അൾസർ ഉണ്ടാകുന്ന ഏതിലാണ്? ബേൺസിലാണ്. സോ ഗാസ്ട്രിക് ഓർ ഡിയോഡിനൽ ഇറോഷൻ ഉണ്ടാകുന്നു. സോ കേളിംഗ് അൾസർ, ഗ്യാസ്ട്രിക്, അതായത് കുഴിഞ്ഞു പോകുന്നു, ഇറോഷൻ, ഗ്യാസ്ട്രിക് ഓർ ഡിയോഡിനൽ ഇറോഷൻ, ആ ഭാഗം അങ്ങോട്ട് ഇല്ലാതെ, പിന്നെ അൾസർ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ആ ഭാഗം ഇപ്പൊ ഇൻഡസ്റ്റൈൻ ആണ്, ഈ ഭാഗം കൊണ്ട് കുഴിഞ്ഞു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. സോ ദാറ്റ് ഈസ് ഇറോഷൻ. അങ്ങനെ വരുമ്പോ എന്തുണ്ടാകുന്നുണ്ട്? ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, ഗ്യാസ്ട്രിക് ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഗ്യാസ്ട്രിക് ബ്ലീഡിങ് ഉണ്ടാകുന്നു. സോ എന്താണ്? ഫിസിയോളജിക്കൽ സ്ട്രെസ് മൂലം. അതുപോലെ പിന്നെ നമുക്ക് ബ്ലഡ് നോക്കുകയാണെങ്കിൽ ഒക്കൽറ്റ് ബ്ലഡ് സീൻ ഇൻ സ്റ്റൂൾ. ഒക്കൽറ്റ് ബ്ലഡ് എവിടെ ഉണ്ടാകുന്ന? സ്റ്റൂളിൽ ഒക്കൽറ്റ് ബ്ലഡ് ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? പാരലിറ്റിക് ഇലിയാസ് ഇസ് എ കണ്ടീഷൻ വിച്ച് ലീഡ്സ് ടു ഇൻഡസ്റ്റൈൻസ് ടു കണ്ടക്ട് പെരിസ്റ്റാൾസിസ്. അതായത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഇൻഡസ്റ്റൈൻ ടു കണ്ടക്ട് പെരിസ്റ്റാൾസിസ് വിച്ച് ഡിക്രീസ് ദ മോട്ടിലിറ്റി, മൂവ്മെന്റ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ബേൺസിൽ എന്താണ്? 20% ഓഫ് ദ ബോഡി സർഫസ് ഏരിയയിൽ ബേൺസ് വരികയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നു? പാരലിറ്റിക് ഇലിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു നമ്മുടെ PSC-യുടെ ആൻസർ കീ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഡസ് നോട്ട് റിക്വയർ എയർബോൺ പ്രിക്വേഷൻ? ഓപ്ഷൻ ചിക്കൻ പോക്സ്, H1N1, ട്യൂബർകുലോസിസ്, മീസിൽസ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമുക്ക് എയർബോൺ പ്രിക്വേഷൻസ് ആവശ്യമില്ലാത്ത ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ആവില്ല, നമ്മൾ ചാടിക്കയറി ആൻസർ ചെയ്യരുത്. എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ആവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചാടിക്കയറി ആൻസർ ചെയ്യരുത്, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരില്ല എന്ന് കരുതി ചിക്കൻ ബോക്സ് ചാടി നമ്മൾ കറക്കരുത്, കറക്കി കുത്തരുത്. ചിക്കൻ ബോക്സ് അല്ല. ചിക്കൻ ബോക്സ് എന്താണ്? ചിക്കൻ ബോക്സിന് നമുക്ക് എയർബോൺ പ്രിക്വേഷൻ ആവശ്യമാണ്. സോ ചിക്കൻ ബോക്സിന് എയർബോൺ പ്രിക്വേഷൻ ആവശ്യമാണ്, TBക്ക് ആവശ്യമാണ്, മീസിൽസിന് ആവശ്യമാണ്, അക്കോർഡിംഗ് ടു PSC കീ, ആൻസർ കീ. സോ ചിക്കൻ പോക്സിന് ആവശ്യമാണ്, എയർബോൺ പ്രിക്വേഷൻ ആവശ്യമാണ്, TBക്ക് ആവശ്യമാണ്, മീസിൽസിന് ആവശ്യമാണ്. H1N1 according to PSC key, H1N1 is the correct answer. So option B is the correct answer. Vidarajan and Rajani, Denisha കുറെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കറക്കി കുത്തുമ്പോൾ ആൻസർ നിങ്ങൾ കറക്കി കുത്താതിരിക്കുക. അപ്പൊ H1N1 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വൈൻ ഫ്ലൂ ആണ്, സ്വൈൻ ഫ്ലൂ ആണ്. സോ ഇത് സാധാരണ നമുക്കറിയാം പന്നികളിൽ നിന്ന്, പിഗ്സിൽ നിന്നും മറ്റുള്ള ആനിമൽസിലേക്ക് പകരുന്നുണ്ട്. അതുപോലെ മാനിലേക്ക് പകരുന്നുണ്ട്, മനുഷ്യരിലേക്ക് പകരുന്നുണ്ട്. അതുപോലെ മാൻ ടു മാൻ പകരുന്നുണ്ട്. മനുഷ്യരിൽ നിന്ന് കോവിഡ് പോലെ തന്നെ മാൻ ടു മാൻ പകരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? കവർ ദ നോസ് വെൻ കഫ് ഓർ സ്നീസ്. നമ്മൾ കോവിഡിന് പഠിച്ച അത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെസ്പിറേറ്ററി ഡിസീസ്. ഫേസ് മാസ്ക് ആവശ്യമാണ്. ഇറ്റ് വിൽ നോട്ട് സ്പ്രെഡ് ത്രൂ ദ എയർ ബിക്കോസ് ഇറ്റ് ക്യാൻ സ്പ്രെഡ്. നമുക്ക് എയറിൽ ഡ്രോപ്ലെറ്റ്സ് വരാം, അങ്ങനെ ഇത് പകരാം നമ്മുടെ കോവിഡ് പോലെ. പക്ഷെ ഇറ്റ് വിൽ നോട്ട് ഡയറക്ട്ലി സ്പ്രെഡ് ത്രൂ ദ എയർ. ഫേസ് മാസ്ക് വേണം, ഗ്ലൗസ് വേണം, വാഷ് യുവർ ഹാൻഡ് thoroughly. അപ്പോൾ ഇതൊരു എപ്പിഡമിക്സ് ആയിട്ട് വന്നായിരുന്നു 1918-ലും 1968-ലും എപ്പിഡമിക്സ് ആയിട്ട്, അതായത് ഒരു ഭാഗത്ത് മാത്രം. സോ എപ്പിഡമിക് ഈസ് എ ഡിസീസ് which seen only in a particular area at a particular time. അപ്പൊ ഇത് എപ്പിഡമിക് ആയിട്ട് വന്നത് 1918-ലാണ്. പാൻഡമിക് ആയിട്ട് വന്നത് 2019-ലാണ്. അതായത് 2019-ല് പാൻഡമിക് ആയിട്ട് വന്നു. അപ്പൊ 2019-ല് 14,286 പേര് മരിച്ചുപോയി. 14,286 പേര് മരിച്ചുപോയി. അപ്പൊ ഈ ഒരു H1N1 പാൻഡമിക് ആയിട്ട് വന്നത് ഏത് വർഷം എന്ന് ചോദിക്കാം, 2019-ലാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ഫീവർ ഉണ്ടാവും, കഫ് ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാവും. ഓക്കെ, ഫീവർ, കഫ്, സോർ ത്രോട്ട്. അപ്പൊ എയർ ഡ്രോപ്ലെറ്റ്സ് വഴി പകരുന്നതാണ്. ചിക്കൻ പോക്സ് എന്താണ്? എയറിലൂടെ പകരുന്നതാണ് ചിക്കൻ പോക്സ്. അതായത് ഇപ്പോ അതുപോലെ ബ്ലിസ്റ്റേഴ്സ്, നമ്മൾ ടച്ചിങ് ബ്ലിസ്റ്റേഴ്സ് അല്ലെ,
ഇങ്ങനെ കുമിളകൾ ഉണ്ടാവൂലെ ചിക്കൻ പോക്സിൽ, അവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ സലൈവയിലൂടെ പകരും, എയറിലൂടെ പകരും ചിക്കൻ പോക്സ്. TB എയർബോൺ ഡിസീസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Radioactive isotope used in the treatment of metastatic phosphorus 32, yttrium 90, samarium 153. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യരുത്. ട്രീറ്റ്മെന്റ് മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷൻ ഉപയോഗിക്കുന്ന ഐസോടേപ്പ് ഏതാണ്? So ഇവിടെ ഓപ്ഷൻ ഡി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി is the correct answer. Most of the students are correct in this question. Janita, Dilsha, Sari, Gayatri, Karmika is correct answer. Option D, samarium 153 is the correct answer. So ഇതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ പെയിൻഫുൾ ബോൺ മെറ്റാസ്റ്റാസിസ്. ബോൺ മെറ്റാസ്റ്റാറ്റിക് കണ്ടീഷൻ ഉണ്ടാവും, ബോൺ മെറ്റാസ്റ്റാസിസ്. അതായത് മറ്റുള്ള ഏരിയയിൽ ബ്രസ്റ്റിൽ നിന്നൊക്കെ ബോണിലേക്ക് പിന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സമരത്തിന്റെ കൂടെ വരുന്ന ഒന്നാണ് ബോൺ മെറ്റാസ്റ്റാസിസ് ഉപയോഗിക്കുന്നത് സ്ട്രോൺട്രിയം 89. എന്താണ് സ്ട്രോൺട്രിയം 89? Strontium 89 also used with the samarium 153 in the case of bone metastasis. Iodine 131 is used with thyroid cancer. Thyroid cancer നമ്മൾ ഉപയോഗിക്കുന്നത് iodine 131 ആണ്. Phosphorus 32 is used to destroy the leukemic cells, leukemia. Phosphorus 32 is used to destroy leukemia cells. Yttrium 90 is used liver cancer, especially inoperable liver cancer. സർജറി ചെയ്യാൻ പറ്റാത്ത ലിവർ ക്യാൻസേഴ്സിന് ഉപയോഗിക്കുന്നതാണ്. സോ iodine 131 thyroid cancer, phosphorus 32 leukemia, and yttrium 90 liver cancer. So we'll move to the next question. Which of the following rhythm is considered as lethal dysrhythmia? Option idioventricular rhythm, junctional escape rhythm, premature atrial contraction, multifocal atrial tachycardia. ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതാണ്, കാരണം നമ്മൾ എപ്പോഴും ഈസി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കരുത്. So which of the following rhythm is considered as lethal dysrhythmia? ആൻസർ ചെയ്തോളൂ. സോ ഇവിടെ നിങ്ങൾ ആൻസർ അറിയുമെങ്കിൽ മാത്രം ചെയ്യുക, അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, കുഴപ്പമില്ല. സോ ഹിയർ വർഷ ഇസ് ദ കറക്റ്റ്. വർഷ ഇവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇഡിയോവെൻട്രിക്കുലർ റിതം ഈസ് കൺസിഡർഡ് ആസ് ലീത്തൽ ഡിസ്അരിത്മിയ. ബാക്കിയുള്ള റിതംസ് ഒന്നും ഇവിടെ ലെത്തൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് make your life in a dangerous situation.
നമ്മൾ അത്രയ്ക്ക് എമർജൻസി സിറ്റുവേഷൻ ആണ് ലീത്തൽ റിതം എന്ന് പറഞ്ഞത്. സോ ഇഡിയോവെൻട്രിക്കുലർ റിതം ഇസ് എ റിതം ഹാർട്ട് ലോവർ ചാമ്പേഴ്സ് ബീറ്റ് മോർ സ്ലോലി ദാൻ നോർമൽ. സോ ഇവിടെ ഹാർട്ടിന് നമുക്കറിയാം, ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഇവിടെ വെൻട്രിക്കിൾസ് ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾസ് ഉണ്ട്, ലെഫ്റ്റ് ആർട്ടറി ഉണ്ട്, റൈറ്റ് ആർട്ടറി ഉണ്ട്. അപ്പൊ ഈ ഒരു വെൻട്രിക്കിൾസ്, ഈ ഒരു താഴത്തെ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? സോ ദിസ് ആർ ലോവർ ചാമ്പേഴ്സ് ബീറ്റ് സ്ലോലി ദാൻ നോർമൽ, സ്ലോലി ദാൻ നോർമൽ. സോ അതാണ് ഇഡിയോവെൻട്രിക്കുലർ റിതം. ഇഡിയോവെൻട്രിക്കുലർ റിതം ഈസ് എ റിതം slowly than normal, that is ventricles. Ventricles at a rate എന്ന് പറഞ്ഞാൽ ventricles റേറ്റ് 20 to 40 റേറ്റിലാണ് വരുന്നത്. 20 to 40 ഉള്ളൂ. അപ്പൊ റിതം ഇവിടെ റെഗുലർ ആയിരിക്കും, റിതം റെഗുലർ ആയിരിക്കും. പക്ഷെ എന്താണ്, ബീറ്റ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അതുപോലെ പിന്നെ പി വേവ് ഒന്നും ഉണ്ടാവില്ല, നോ പി വേവ് ഉണ്ടാവില്ല. അപ്പൊ QRSന്റെ വിഡ്ത്ത്, നമുക്ക് ഇഡിയോവെൻട്രിക്കുലർ റിതത്തിൽ QRS വിഡ്ത്ത് കൂടുതലായിരിക്കും. സോ QRS വിഡ്ത്ത് ഇൻക്രീസ്ഡ് മോർ ദാൻ 0.12 സെക്കൻഡ്. അപ്പോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് അവിടെ കിട്ടത്തില്ല. അപ്പൊ ഇഡിയോവെൻട്രിക്കുലർ റിതം, ഓക്കെ, അപ്പൊ ഇതിങ്ങനെ കണ്ടില്ലേ, ഇഡിയോവെൻട്രിക്കുലർ റിതം. സോ എന്താണ് ഇവിടെ ഭയങ്കര ബ്രാഡിക്കാർഡിയ അല്ലെ, ബ്രാഡിക്കാർഡിയ പോലത്തെ റിതമാണ്. സോ ഈ ഇഡിയോവെൻട്രിക്കുലർ റിതം റേറ്റ് 20 to 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, QRS കോംപ്ലക്സിന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. QRS കോംപ്ലക്സ് ഇഡിയോവെൻട്രിക്കുലർ റിതത്തിൽ QRS കോംപ്ലക്സിന്റെ മോർ ദാൻ 0.12 സെക്കൻഡ്. QRS കോംപ്ലക്സ് റിതം റെഗുലർ ആയിരിക്കും, പക്ഷെ QRS കോംപ്ലക്സിന്റെ വലുതായിരിക്കും. So next question, humidification. Humidification of oxygen is recommended when oxygen flow is greater than option 4 liter per minute, 5 liter per minute, 6 liter per minute, 7 liter per minute. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നതാണ്. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകരുത്. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കേൾക്കുക, അത്ര മാത്രം ചെയ്യുക, അല്ലെങ്കിൽ കാണുക മാത്രം ചെയ്യുക. ഓക്കെ, humidification of oxygen is recommended when oxygen flow is greater than So ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, 4 ലിറ്റർ പെർ മിനിറ്റ് അല്ലെ. ഇപ്പൊ നമ്മൾ ഓക്സിജൻ നേസൽ പ്രോങ്സ് ഒക്കെ, നേസൽ വക്കില്ലേ, നേസൽ പ്രോങ്സ് നോക്കില്ലേ, അപ്പൊ അതിന് 2 ലിറ്റർ പെർ മിനിറ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാണ്, നമുക്ക് അതിന് ആവശ്യമില്ല, ഹ്യൂമിഡിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ഓക്സിജൻ മാസ്കിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് ദ ഓക്സിജൻ ഈസ് നീഡഡ്. അപ്പൊ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ഹെൽപ്സ് ടു പ്രിവെന്റ് ഡ്രൈയിങ് ഓഫ് മ്യൂക്കസ് മെമ്പറൈൻ. സോ എന്തിനാണ് നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാവും. അപ്പൊ ICUലൊക്കെ നിങ്ങൾക്ക് കാണാം, ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ നിറച്ചു വെക്കും അല്ലെ, ഇറ്റ് വിൽ കണക്ട് ടു ദ ഓക്സിജൻ കത്തീറ്റർ, അല്ലെങ്കിൽ O2 മാസ്കുമായിട്ട് കണക്ട് ഉണ്ടാവും. അപ്പൊ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ കണക്ട് ചെയ്യുന്നത് ടു പ്രിവെന്റ് ദ ഡ്രൈയിങ് ഓഫ് ദ മ്യൂക്കസ് മെമ്പറൈൻ, ടു പ്രിവെന്റ് drying of mucous membrane. So why to prevent drying of the mucous membrane? So നമുക്ക് മാസ്കില് ഇപ്പൊ ബ്ലൂ വെഞ്ചുറി മാസ്കുകളുണ്ട്, പലതരത്തിലുണ്ട് അല്ലെ. വെഞ്ചുറി മാസ്കിനെ പറ്റി പഠിക്കാം. വെഞ്ചുറി മാസ്ക്, വെഞ്ചുറി മാസ്കില് ബ്ലൂ ആണെങ്കിൽ 2 to 4 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അപ്പൊ ഓക്സിജൻ വരുന്നത് 24% ഓക്സിജൻ ആണ്. ഇത് നിങ്ങൾ നോക്കണേ. വെഞ്ചുറി മാസ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം, വെഞ്ചുറി മാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ബ്ലൂ ആണെങ്കിൽ 2 to 4 ലിറ്റർ പെർ മിനിറ്റ് ആണ്, 24% ഓക്സിജൻ ആണ്.
അല്ല വൈറ്റ് ആണെങ്കിൽ, വൈറ്റ് മാസ്ക് ആണെങ്കിൽ 4 to 6 liter per minute ആണ്, 28% ഓഫ് ഓക്സിജൻ ആണ്. യെല്ലോ ആണെങ്കിൽ 8 to 10 liter per minute ആണ്. ഓക്സിജൻ എത്രയാണ്? 35% ഓഫ് ഓക്സിജൻ ആണ്. റെഡ് ആണെങ്കിൽ 10 to 12 liter per minute ആണ്. ഓക്സിജൻ ആണെങ്കിലോ 40% ഓഫ് ഓക്സിജൻ ആണ്. ഗ്രീൻ ആണെങ്കിൽ ഏറ്റവും കൂടുതലാണ്. ഗ്രീൻ ആണെങ്കിൽ 12 to 15 liter per minute വരെ നമുക്ക് ഓക്സിജൻ അപ്ലൈ ചെയ്യാം. 60% ഓഫ് ഓക്സിജൻ ആണ്. വെഞ്ചുറി മാസ്കിന്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് സിപാപ്പ് ബൈപാപ്പിലേക്കൊക്കെ പോകുന്നത്. സിപാപ്പ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ, സിപാപ്പ് ബൈപാപ്പ് ഒക്കെ. സോ ഇവിടെ ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുക. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ PDF വരുമ്പം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കണം കേട്ടോ. അല്ലെ, ഈ ഇവിടെ പാർഷ്യൽ റീബ്രീത്തർ മാസ്ക് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി FiO2 60 to 80% ആണ്. അപ്പൊ നമ്മള് ശ്വാസം പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ വന്ന് കടക്കും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ വന്ന് കടക്കും, ഓക്സിജൻ ഇങ്ങോട്ട് പോകും. ഓക്സിജൻ ഈ വാലിലൂടെ വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് താഴോട്ട് വന്ന് കടക്കും. സോ ഇവിടെ FiO2, അപ്പൊ ഈ ഒരു പേഷ്യന്റിന്റെ SpO2 90% കൂടുതൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എപ്പോഴും. Okay, that is partial rebreather mask is often used when needing higher FiO2 fraction of inspired oxygen in place of the nasal cannula to maintain patient SpO2 more than 90%. So partial rebreather mask delivers a moderate concentration of oxygen. Okay, appo run flow എന്ന് പറഞ്ഞാൽ 8 to 15 liter per minute ആണ്. To ensure the reservoir bag does not deflate on inspiration. So that is partial rebreather. Next question, an anti-dysarrhythmic drug that possesses some characteristic of all groups of anti-dysarrhythmic drugs. So anti-dysarrhythmic അതായത് അരിത്മിയക്കെതിരെ കൊടുക്കുന്ന ഡ്രഗ് ആണ്. To possess some all characteristic of anti-dysarrhythmic drugs. Option lidocaine, amiodarone, anti-dysarrhythmic drug എന്ന് പറയാം. Yes, that is the correct answer. എല്ലാവർക്കും അറിയുന്ന ഓപ്ഷൻ ബി ആണ്. അമിയോഡ്രോൺ ഈസ് ദ മോസ്റ്റ് കോമൺ ആന്റി ഡിസറിത്മിക് ഡ്രഗ്. അപ്പൊ അമിയോഡ്രോൺ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലിവർ എൻസൈംസ് നമ്മളൊന്ന് നോക്കണം. ലിവർ എൻസൈംസ് ചിലപ്പോ SGOT PT ചിലപ്പോൾ ഒന്ന് എലവേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പേഷ്യന്റിന് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗൈനക്കോമാസ്റ്റിയ is a condition with usually in males breast bud is developed. മെയിൽസിന്റെ ബ്രസ്റ്റ് ബഡ് ഡെവലപ്പ് ആകുന്ന കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ അമിയോഡ്രോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സൈഡ് എഫക്ട്സ് മെയിനായിട്ട് ലിവർ എൻസൈംസ്, വോമിറ്റിംഗ് ടെൻഡൻസി, ഗൈനക്കോമാസ്റ്റിയ നിങ്ങൾ ശ്രദ്ധിക്കണം. ലിഡോക്കെയിൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ അനസ്തെറ്റിക് ആണ്. ലോക്കലായിട്ട് നമ്മൾ അനസ്തെറ്റിക്, നമ്മളിപ്പോ എന്താണ് മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കാഷ്വാലിറ്റിയിലൊക്കെ ലിഡോക്കെയിൻ കൊടുക്കും അല്ലേ. അത് 4% ക്രീം ഉണ്ട്, അതുപോലെ 2% ഇഞ്ചക്ഷനും ഉണ്ട്.
ലോക്കൽ അനസ്തെറ്റിക് ആണ്. അഡിനോസിൻ എന്ന് പറഞ്ഞ ആന്റി അരിത്മിക് ഡ്രഗ് ആണ്. അഡിനോസിൻ. പരോക്സിസ്മൽ സൂപ്രാവെൻട്രിക്കുലർ ട്രക്കിക്കാർഡിയ, ട്രക്കിക്കാർഡിയക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് അഡിനോസിൻ. അതുപോലെ വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അഡിനോസിനും പ്രൊക്കൈനാമൈഡും രണ്ടും നമ്മൾ കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എന്താണ്, റാപ്പിഡ് ഹാർട്ട് റേറ്റ് ആയിരിക്കും. ഹാർട്ട് റേറ്റ് വളരെയധികം കൂടുന്ന കണ്ടീഷനാണ്. ഒരു എക്സ്ട്രാ ഇലക്ട്രിക്കൽ പാത്വേ വരുന്നു, ഹാർട്ടിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രിക്കൽ പാത്വേ വരുന്നതുകൊണ്ട് തന്നെ ഡ്യൂ ടു എക്സ്ട്രാ ഇലക്ട്രിക്കൽ പാത്വേ വരുന്നതുകൊണ്ട് ഹാർട്ട് റേറ്റ് വളരെ കൂടുന്ന ഒരു കണ്ടീഷനാണ് വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം ഡ്യൂ ടു എക്സ്ട്രാ ഇലക്ട്രിക്കൽ പാത്വേ ഇൻ ഹാർട്ട്. അപ്പൊ നമ്മൾ വോൾഫ് പാർക്കിൻസൺ സിൻഡ്രത്തിന് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് അഡിനോസിനും പ്രൊക്കൈനാമൈഡും. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ചോദിക്കാം, PSVT പരോക്സിമൽ സുപ്രാ കൊടുക്കുന്ന ഡ്രഗ് ആണ് അഡിനോസിൻ, സ്പെഷ്യലി അഡിനോസിൻ ആണ്. അപ്പൊ വോൾഫ് പാർക്കിൻസൺ സിൻഡ്രത്തിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് പ്രൊക്കൈനാമൈഡും അഡിനോസിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊക്കൈനാമൈഡ് ഓപ്ഷനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോ ആർട്ടറിയൽ ഫിബ്രിലേഷൻ, ആർട്ടറിയൽ ഫ്ലട്ടർ ഒക്കെ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ്. ആർട്ടറിയൽ ഫിബ്രിലേഷൻ, ആർട്ടറിയൽ ഫ്ലട്ടർ ഒക്കെ കേട്ടോ. വെൻട്രിക്കുലർ അരിത്മിയാസ് കോമൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം ഇസ് എ കണ്ടീഷൻ ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ഡ്യൂ ടു എക്സ്ട്രാ ഇലക്ട്രിക്കൽ പാത്വേ, especially procainamide and adenosine. Adenosine also given to the paroxysmal supraventricular tachycardia. Next question. The mean arterial pressure to be maintained to maintain the perfusion of the spinal cord after spinal cord injury. Options 75 to 80, 85 to 90, 90 to 95, 95 to 100. So MAP, mean arterial pressure, എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആഫ്റ്റർ എ സ്പൈനൽ കോഡ് ഇഞ്ചുറി? ഓക്കെ, അപ്പൊ ഇവിടെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എഴുതാനേ പോകരുത്. ആൻസർ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓപ്ഷൻ ബിയും എയും ഡിയും കമന്റ് ചെയ്ത് കണ്ടു. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അത് പറയാനുള്ള മീൻ ആർട്ടീരിയൽ പ്രഷർ, ആവറേജ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത് 70 to 100 ആണ്. mmHg ആണ് ആവറേജ്. അപ്പൊ നമുക്കിപ്പോ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മീൻ ആർട്ടീരിയൽ പ്രഷർ ആഫ്റ്റർ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഇറ്റ് വിൽ ഇൻക്രീസ്. മീൻ ആർട്ടീരിയൽ പ്രഷർ കൂടും ആഫ്റ്റർ എ സ്പൈനൽ കോഡ് ഇഞ്ചുറി ബിക്കോസ് ഡ്യൂ ടു ഹൈ ആർട്ടറി പ്രഷർ. ഹൈ ആർട്ടറി പ്രഷർ വരുമ്പോൾ മീൻ ആർട്ടീരിയൽ പ്രഷർ 100-ന് മുകളിലേക്ക് പോകും. ഇറ്റ് മേ ഇൻക്രീസ് ടു 100 mmHg. 100 mmHg കൂടുതൽ വരും മീൻ ആർട്ടീരിയൽ പ്രഷർ. 100 mmHg കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് മീൻ ആർട്ടറി പ്രഷർ. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഇഞ്ചറി വരുമ്പോൾ സ്പൈനൽ കോഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും മീൻ ആർട്ടറി പ്രഷർ കൂടുകയും ചെയ്യും. സോ ഈ മീൻ ആർട്ടറി പ്രഷർ വളരെയധികം കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മീൻ ആർട്ടറി പ്രഷർ കുറഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ ഓർഗൻസിലേക്ക് നോട്ട് ഇനഫ് പ്രഷർ ടു പെർഫ്യൂസ് വൈറ്റൽ ഓർഗൻ, എസ്പെഷ്യലി ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയും. അപ്പൊ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം
85 to 90 mmHg മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത്. സോ after a spinal cord injury, mean arterial pressure we should maintain 85 to 90 mmHg. That is the correct answer. The following is not a contraindication for nasotracheal intubation. Option: mandibular fracture, frontal sinus fracture, basilar skull fracture, cribriform plate fracture. അപ്പോൾ നമ്മൾ ഈ അനാറ്റമിക്കൽ സ്ട്രക്ചർ എവിടെയാണ് ഇതൊക്കെ ഉള്ളത്? മാൻഡിബിൾ എവിടെയാണ്? ഫ്രോണ്ടൽ സൈനസ് എവിടെയാണ്? ബേസിലാർ സ്കൾ എന്നുള്ള ഏരിയ എവിടെയാണ്? ക്രിബ്രിഫോം പ്ലേറ്റ് എവിടെയാണ്? ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രാ ഇൻഡിക്കേഷൻ? നാസോട്രക്കിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്കിലൂടെ എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻറ്റുബേഷൻ ചെയ്യും. നമുക്ക് സാധാരണ വായിലൂടെ ചെയ്യും എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ത്രൂ ദ മൗത്ത്. അപ്പൊ നാസോട്രക്കിയൽ ഇൻറ്റുബേഷന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്തോളൂ, അറിയുമെങ്കിൽ മാത്രം. ഇതിന് ഈ അനാട്ടമി അറിഞ്ഞിരിക്കണം, ഈ ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. നമ്മൾ ആ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലൂടെ പോയാല് ആ സ്ട്രക്ചർ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. കാരണം ഇതൊന്നും നമുക്ക് മിക്കവാറും നമുക്ക് ഇത് ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് തെറ്റാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ മാൻഡിബുലർ ഫ്രാക്ചർ ആണ്. ഒരുപാട് പേര് തെറ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ. അപ്പൊ ഇവിടെയാണ്, കണ്ടില്ലേ മാൻഡിബിൾ, ഇവിടെ ഒരു ഫ്രാക്ചർ വന്നിട്ടുണ്ട്. ഒൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ, ദാറ്റ് ഈസ് മാൻഡിബിൾ. ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മൂക്കിന്റെ മധ്യത്തിലായിട്ട്, നമ്മളിങ്ങനെ ഒരു ഇവിടെ ഈ ഭാഗത്തായിട്ട് ഫ്രാക്ചർ വരും. അപ്പൊ നമുക്ക് എന്താണ്, മൂക്കിലൂടെ ഒരിക്കലും എൻഡോട്രക്കിയൽ ട്യൂബ് നമുക്ക് പറ്റത്തില്ല. പക്ഷെ മാൻഡിബിൾ ഫ്രാക്ചർ ആണെങ്കിൽ എന്താണ്, നമുക്ക് മൂക്കിലൂടെ എൻഡോട്രക്കിയൽ ട്യൂബ് ഇടാം, കുഴപ്പമില്ല. അപ്പോ നമ്മൾ ഓരോ ഏരിയയും എവിടെയാണ്, ഈ മാൻഡിബിൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ ഈ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ നെറ്റിയിലാണ്. ഇപ്പൊ നമ്മുടെ ഇത് ഇവിടെ നമ്മുടെ മുഖം വിചാരിക്കുക, ഈ ഭാഗത്താണ് ഫ്രോണ്ടൽ സൈനസ്. അപ്പൊ ഇവിടെ ഒരു ഫ്രാക്ചർ വന്നാൽ നമുക്ക് ഒരിക്കലും മൂക്കിലൂടെ എൻഡോട്രക്കിയൽ ട്യൂബ് ഇടാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഫ്രോണ്ടൽ സൈനസ്, നമ്മുടെ നെറ്റിയിലാണ്. മനസ്സിലായില്ലേ? ഇനി ബേസിലാർ സ്കൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിലാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബേസ് ഓഫ് ദ സ്കളാണ്. ഇത് നമ്മുടെ സ്കളാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബേസ് ഓഫ് ദ സ്കളാണ്, അത് എല്ലാ ഭാഗത്തും ഉണ്ട് അല്ലെ? ബേസ് ഓഫ് ദ സ്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോ ഈ കോമൺ ബേസിലാർ സ്കൾ ഫ്രാക്ചർ ഏതാന്ന് ചോദിക്കാം ക്വസ്റ്റ്യൻ. കോമൺ ഏതാണ്? ടെമ്പോറൽ ആണ്. സോ വാട്ട് ഈസ് ദ കോമൺ ബേസിലാർ സ്കൾ ഫ്രാക്ചർ എന്ന് എക്സാമിന് ചോദിച്ചാൽ, സോ ദാറ്റ് ഈസ് ടെമ്പോറൽ ഫ്രാക്ചർ. So common basilar skull fracture is temporal fracture. ഇപ്പൊ നമുക്ക് ഈ ബേസ് ഓഫ് ദ സ്കളില് 5 ബോൺസ് ഉണ്ട്. സോ ബേസ് ഓഫ് ദ സ്കളില് 5 ബോൺസ് ഉണ്ട്. ആ ബോൺസ് ഏതൊക്കെയാണ്? എത്മോയിഡ് ഉണ്ട്, അതുപോലെ സ്ഫിനോയിഡ് ഉണ്ട്. എത്മോയിഡ്, സ്ഫിനോയിഡ്, ഒക്സിപിറ്റൽ, അതുപോലെ ഫ്രോണ്ടൽ, ടെമ്പോറൽ, ഇങ്ങനെ 5 ബോൺ ഉണ്ട്. ഇതില് മോസ്റ്റ് കോമൺ ബേസിലാർ സ്കൾ ഫ്രാക്ചർ എന്ന് ചോദിച്ചാൽ ടെമ്പോറൽ ആണ്. സോ ടെമ്പോറൽ ഈസ് ദ മോസ്റ്റ് കോമൺ ബേസ് ഓഫ് ദ സ്കൾ ഫ്രാക്ചർ എന്ന് ചോദിച്ചാൽ ബേസിലാർ സ്കൾ ഫ്രാക്ചർ എന്ന ടെമ്പോറൽ ആണ്. ക്രിബ്രിഫോം പ്ലേറ്റ് ഞാൻ പറഞ്ഞു. ക്രിബ്രിഫോം പ്ലേറ്റിൽ ആ മൂക്കിന്റെ ഭാഗത്തുള്ള ഫ്രാക്ചർ, അതായത് ഓൾഫാക്ടറി നെർവ്സ് അപ്പൊ ക്രിബ്രിഫോം ഈ ഓൾഫാക്ടറി നെർവ്സ് ക്യാരി ദ സെൻസ് ഓഫ് ദ സ്മെൽ. അപ്പൊ നമുക്ക് ഒരിക്കലും മൂക്കിലൂടെ എൻഡോട്രക്കിയൽ ട്യൂബ് ഇടാൻ പറ്റത്തില്ല. ബേസിലാർ സ്കൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് ദ സ്കൾ ആണ്, അതിന്റെ ഉള്ളിൽ ബ്രെയിൻ ആണ്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്
മേജർ പോർഷൻ ഓഫ് ദ സ്കൾ ആണ്, വെരി ഇമ്പോർട്ടന്റ് പോർഷൻ. അപ്പൊ നമുക്ക് ബേസിലാർ സ്കൾ ഫ്രാക്ചർ നമുക്ക് ഈ നാസോട്രക്കൽ ട്യൂബ് ഇടത്തില്ല. ഫ്രോണ്ടൽ സൈനസ് ഈ നെറ്റിയുടെ ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പക്ഷെ മാൻഡിബിൾ എന്നുള്ള ബോൺ നമ്മുടെ ഒൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കളാണ്. അവിടെ ഫ്രാക്ചർ വന്നാൽ നമുക്ക് മൂക്കിലൂടെ എൻഡോട്രക്കൽ ട്യൂബ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മുടെ മനസ്സിലൂടെ പോകണം, ഇന്ന ഏരിയ എവിടെയാണ് നമ്മുടെ, ഇത് ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണിത്. So this question is the basic question you can understand. So which all are the anatomical structure in our body? So നമ്മുടെ മനസ്സിലൂടെ പോകണം. ബോൺ എവിടെയാണ്, ആ ബോൺസിൽ എന്തൊക്കെയാണ്, ഇയറിൽ ചിലപ്പോൾ ഇയറിൽ എന്തൊക്കെയാണ് ബോൺസ് ഉള്ളത്, നമ്മുടെ സ്കൾ ബേസ് ഓഫ് ദ സ്കൾസ് എന്തൊക്കെയാണ്, ക്രിപ്പിൾഫോം പ്ലേറ്റ് എവിടെയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നമ്മൾ മാത്രമേ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് 2018. പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം വരുന്ന എക്സാമിന്. നിങ്ങൾ എപ്പോഴും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. When was the first national health policy formulated? When was the first national health policy formulated? 1980, 1983, 1987, 2002. So that is the correct answer. Option B എല്ലാവരും കറക്റ്റ് ആണ്. 1983 നാഷണൽ ഹെൽത്ത് പോളിസി എന്തിനാണ്? അച്ചീവ് ദ ഗോൾ ഓഫ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ. അതായത് പൂവർ പാവപ്പെട്ട ദരിദ്രർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നു, ആസ് പെർ ദ നീഡ് ഓഫ് ദ പീപ്പിൾ. സോ നാഷണൽ ഹെൽത്ത് പോളിസി achieve the goal of universal health care that is affordable for the poor. So that is the national health policy formulated in India on 1983. 1983 കൊണ്ടുവന്നത്. ഇതും കൂടെ നമുക്ക് നോക്കാം. വേൾഡ് immunization week is observed every year during. World immunization week is observed every year during option last week of April, last week of June, last week of August, last week of December. World Immunization Week is observed every year during. Yes, very good. That is the correct answer. Option A, last week of April. അപ്പോ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കിന്റെ 2023 എന്തായിരുന്നു ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എന്താണെന്ന് ചോദിച്ചാൽ, ദ ബിഗ് ക്യാച്ച് അപ്പ് ഈസ് ദ മെസ്സേജ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് 2023. അപ്പൊ ഏപ്രില് 24 തൊട്ട് 30 വരെയാണ് എവറി ഇയർ കണ്ടക്ടഡ്. April 24 to 30. So this week usually for the message given to promote vaccine usage and protect people of all from the infectious diseases. So എന്താണ് നമ്മൾ ഇതിനെ to promote vaccine usage and protect people or all ages from the infectious disease and protect people from all ages from the infectious disease. അപ്പോൾ ഇന്നത്തെ മനസ്സിലായി. ഇനി അങ്ങോട്ട് പോകുന്നതോറും കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. അപ്പൊ ആ ഒരു അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതുപോലെ നമ്മുടെ മനസ്സിലൂടെ പോകണം. അനാട്ടമിയുടെ കാര്യങ്ങൾ നമ്മൾ മെഡിക്കൽ സർജിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇതിപ്പോ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 2018 നടന്നത്. അപ്പൊ അത്രയ്ക്കും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കണം. എക്സാമിന് ഒരിക്കലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്.
നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് എളുപ്പമെന്ന് വിചാരിച്ച് പോകരുത്. ഒരെക്സാമിനും അങ്ങനെ നിങ്ങൾ പോകരുത്. ടഫായിട്ട് തന്നെ നിങ്ങൾ കരുതണം. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ല റാങ്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങളുടെ ഈ എനർജി നിങ്ങൾ എക്സാം വരെ കണ്ടിന്യൂ ചെയ്യുക. മാക്സിമം ഇതേ രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാവരെയും ആശംസിക്കുന്നു. നല്ല ഒരു ഉയർന്ന റാങ്ക് നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങൾ ഏത് ജില്ലയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ഉയർന്ന റാങ്ക് കിട്ടട്ടെ. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുക കേട്ടോ. DHSന്റെ റിസൾട്ട് 6 മാസത്തിനുള്ളിൽ വരും. ചിലപ്പോൾ ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ എന്തായാലും വരും കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.